ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇന്നൊരു കാറ്ററിംഗ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ സുബഹ്ക്ക് കുടിരിക്കലുണ്ടാവില്ലേ, വീടിരിക്കൽ, അങ്ങനെ ആ ഒരു സമയത്തിനാണ് കേട്ടോ നമുക്ക് ഫുഡ് കൊടുക്കേണ്ടത്. 4:45 നമുക്ക് ഫുഡ് കൊടുത്ത് വിടണം. അപ്പം 100 പത്തിരി, 45 നൂൽപുട്ട്, 45 പാലപ്പം, അതുപോലെ തന്നെ അതിലേക്കുള്ള ചിക്കൻ കറി, പിന്നെ പൊറോട്ട ഉണ്ട് കേട്ടോ. 45 പൊറോട്ട ഉണ്ട്. പൊറോട്ട ഞാനല്ല ഉണ്ടാക്കുന്നത്. പൊറോട്ട നമ്മളെ കടൻ്റെ അടുത്തുള്ള ഒരു കാക്കുണ്ട് കേട്ടോ. ആ കാക്കയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ചിക്കൻ 65 ഉണ്ട്. അതേപോലെ തന്നെ ബീഫ് വരട്ടിയതും. ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ചിക്കനൊക്കെ എനിക്ക് കിട്ടിയത്. ചിക്കനൊക്കെ ബാബു കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിന്. ബീഫ് പിന്നെ രാവിലെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിന് കേട്ടോ. ബീഫ് രാവിലെ പോയാലല്ലേ നല്ല ബീഫ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് മസാലയൊക്കെ ഒന്ന് ഇട്ടാണ്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ കഴുകി വെക്കണുണ്ട്. ചിക്കൻ കറി വെക്കാനുള്ളതുകൊണ്ട് അതേപോലെ തന്നെ ചിക്കൻ പൊരിക്കാനുള്ളതുകൊണ്ട് കേട്ടോ. ചിക്കൻ 65 അതുകൊണ്ട്. അപ്പം ഒക്കെ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ചോർന്നിട്ട് പിന്നെ നമുക്ക് മസാല തേച്ചിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം. പിന്നെ പത്തിരി ഉണ്ടാക്കണമല്ലോ. പത്തിരി കുറച്ച് നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ആ സമയത്തിനാവൂല. പിന്നെ ഞാനൊരു സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ അതിൽ വീഡിയോ കിട്ടീനല്ലോ. അപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ നല്ല കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വ്യൂസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. നിങ്ങളെ കമൻസൊക്കെ വായിച്ചപ്പം ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. മെയിനായിട്ട് എൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ നമുക്ക് പ്ലേ ബട്ടൺ വേണം. ഹൈഫ കിച്ചണിലും വേണ്ട ഒരു പ്ലേ ബട്ടൺ. ആ പ്ലേ ബട്ടൺ കിട്ടായിട്ട് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ചാനലിൽ എന്തായാലും ഗോൾഡനൊക്കെ ആവുമ്പോഴേ കിട്ടുള്ളൂ. അത് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവണം, എന്നാലേ നമുക്ക് ഇനി ഇതിന്ന് പ്ലേ ബട്ടൺ കിട്ടുള്ളൂ. അപ്പോൾ അത് ഇപ്പോൾ അടുത്തൊന്നും എന്തായാലും നടക്കലുണ്ടാവില്ല. 100K ആയാലും സിൽവർ പ്ലേ ബട്ടൺ കിട്ടും. അപ്പോൾ അതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം കേട്ടോ. അപ്പോൾ ഈ ചാനലിൽ നമുക്ക് പ്ലേ ബട്ടൺ കിട്ടണമെങ്കിൽ ഞാൻ നമ്മളെ ഇന്ത്യൻ മണി ഒരു 30,000 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനാവില്ല വിചാരിച്ചിട്ടാണ്. ഇനി എന്തായാലും ഇൻഷാ അല്ലാ നമുക്ക് മറ്റേ ചാനലിൽ വീഡിയോ ഒക്കെ ഇട്ടാണ്ട് അതിൽ നമുക്ക് 100K സബ്സ്ക്രൈബേഴ്സ് ആക്കണം. ഇൻഷാ അല്ലാ ആഗ്രഹം പോലെ നടക്കുമെന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടല്ലോ. ഒരുപാട് സന്തോഷം. ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. നമ്മൾ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണല്ലേ ഈ ഒരു മുടി കൊഴിച്ചിൽ. ചില ആൾക്കാർ വിചാരിക്കും അത് പാരമ്പര്യമായിട്ട് ഉണ്ടാവുന്നതാണ്. പക്ഷേ അങ്ങനെ വിചാരിച്ച് സമയം കളയണ്ട. അതിന് പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. ഇത് ഗോൾഡൻ ഫോറസ്റ്റിൻ്റെ ഹെയർ കെയർ ഓയിലാണ്. മുടി കൊഴിച്ചിലുള്ളവരും അതുപോലെ തന്നെ മറ്റു കേശ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരും താല്പര്യമുണ്ടെങ്കിൽ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കൂട്ടോ. മുടി കൊഴിച്ചിൽ മാറുന്നതിനായി പലതും പരീക്ഷിച്ച് മടുത്തിട്ടുണ്ടാവും. ചിലത് ഉപയോഗിച്ച് മുടി കൂടുതൽ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. എല്ലാ ഹെയർ ഓയിലുകളും നല്ലത് തന്നെയാണ്. എന്നാൽ അത് നിർമ്മിക്കുന്നിടത്ത് അപാകത മൂലം തലയിൽ തേക്കാനുള്ള എണ്ണ ദേഹത്ത് തേക്കാനുള്ള തൈലമായി മാറുന്നുണ്ട്. അതുകൊണ്ടാണ് മുടി കൊഴിച്ചിൽ മാറാനുള്ള എണ്ണ മുടി കൊഴിയാൻ കാരണമായി മാറുന്നത്. സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ അകറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് ഗോൾഡൻ ഫോറസ്റ്റ് ഹെയർ കെയർ ഓയിൽ. ഗോൾഡൻ ഫോറസ്റ്റ് ഹെയർ കെയർ ഓയിൽ ട്രഡീഷണൽ രീതിയിൽ ഹാൻഡ് മെയ്ഡായി വളരെ കുറഞ്ഞ എണ്ണ മാത്രം സൂക്ഷ്മതയോടെ നിർമ്മിക്കുന്നവയാണ്. പൂർണ്ണമായും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയതുമാണ്. വെറും 4 ആഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ 80% കുറക്കുവാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഇത് പ്രധാനമായും മുടി കൊഴിച്ചിൽ പ്രതിരോധിക്കാൻ വേണ്ടി തയ്യാറാക്കിയതാണ്. ഒലിവ് ഓയിൽ, വെർജിൻ കോക്കനട്ട് ഓയിൽ, ഗ്രീൻ ടീ, ഹിബിസ്കസ്, ആൻറ്റി ഓക്സിഡൻസ്, ബെറ്റാ കരോട്ടിൻ തുടങ്ങി 14ഓളം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയതാണ്. കൂടാതെ താരൻ, അകാലനര എന്നിവയെയും ഇത് പ്രതിരോധിക്കുന്നു. അതുപോലെ തന്നെ പുതിയ മുടിയുടെ വളർച്ചയെ സഹായിക്കുന്നു. പാരമ്പര്യമായി ഉണ്ടാകുന്ന മുടി കൊഴിച്ചിലിനെയും ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന മുടി കൊഴിച്ചിലിനെയും മുടിയുടെ കനം കുറയലിനെയും ഗോൾഡൻ ഫോറസ്റ്റ് ഹെയർ കെയർ ഓയിൽ തടയുന്നു. ഗോൾഡൻ ഫോറസ്റ്റ് ഹെയർ കെയർ ഓയിൽ ഇതുവരെ 1700-ൽ പരം ആളുകളുടെ മുടി കൊഴിച്ചിൽ അകറ്റാനും 900-ൽ പരം ആളുകൾക്ക് പുതിയ മുടി വളരാനും സഹായകരമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ആഴ്ചയിൽ 1-2 പ്രാവശ്യം 10 മിനിറ്റ് സമയം മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. പ്രൊമോഷണൽ ഓഫറിന്റെ ഭാഗമായി 40% വിലക്കുറവിൽ ഗോൾഡൻ ഫോറസ്റ്റ് ഹെയർ കെയർ ഓയിൽ 230 ml ബോട്ടിൽ വാങ്ങാവുന്നതാണ്. ഗോൾഡൻ ഫോറസ്റ്റ് ഹെയർ കെയർ ഓയിൽ വാങ്ങുന്നതിനായും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായും വാട്സപ്പ് നമ്പർ മുഖേനയോ ഗോൾഡൻ ഫോറസ്റ്റ് ഹെർബൽസിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴിയോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്കിത് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടിയത്. അതുപോലെ തന്നെ എൻ്റെ ഐഫക്കുട്ടിൻ്റെ തലയിൽ അത്യാവശ്യം താരനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പം താരനൊക്കെ നല്ല കുറവുണ്ട് കേട്ടോ ഈ ഓയിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കൊണ്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് നമുക്ക് എന്തായാലും വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റും.
ഉപയോഗിച്ച ആളുകൾ വീണ്ടും വീണ്ടും വാങ്ങി ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ. പിന്നെ ഈ ഒരു മുടി കൊഴിച്ചിൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചിനി ഇതിനി മാറൂലാവോ എന്നൊക്കെ കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഗോൾഡൻ ഫോറസ്റ്റ് ഹെയർ കെയർ ഓയിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റമുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രശ്നം ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കൊണ്ടിട്ടോ, എന്തായാലും അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ ഒരു കോൺടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കും ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെയും അതേപോലെ തന്നെ വാട്സപ്പിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ, അത് ചെക്ക് ചെയ്താൽ മതി. അപ്പം ഇനി നമുക്ക് നമ്മളെ പണി തുടങ്ങിയാലോ. അപ്പോൾ അതാ ഞാൻ ബീഫൊക്കെ രാവിലെ വേവിച്ച് വെച്ചിട്ടുണ്ടായിന് കേട്ടോ, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിന്. പിന്നെ ഇതിൻ്റെ മേലെ വെയിറ്റ് വെച്ചത് എന്താ വെച്ചാലേ ഇനിയിപ്പോൾ പൂച്ച എന്തെങ്കിലുമൊക്കെ വന്ന് തട്ടിമറിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് കേട്ടോ. ആരും വരുമൊന്നുമില്ല, ഞാനിവിടെ കിച്ചണിൽ തന്നെ ഉണ്ട്. കിച്ചണിൽ നിന്ന് അങ്ങോട്ട് പോവാൻ പൊഴിവില്ല, എപ്പോഴും പണി തന്നെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാ നമ്മളെ ബീഫ് നമുക്ക് ഇതിൽ നിന്ന് മാറ്റണം കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, കുഴപ്പമൊന്നുമില്ല. വെള്ളം നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് വേറെ മാറ്റി വെക്കാം. ഇപ്പം ഞാൻ ഈ ബീഫ് മാത്രം ഇതൊന്ന് കോരി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ വെറും മസാലപ്പൊടികൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. വേറെ മസാലപ്പൊടികളൊന്നും ചേർത്തിട്ടില്ല, ഗരം മസാല ഒന്നും ചേർത്തിട്ടില്ല. ഉപ്പും ചേർത്ത് കുഴച്ചാണ്ട് അങ്ങനെ അങ്ങോട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ അതാ ഞാനിതിൽ നിന്ന് ബീഫ് ഊറ്റിയിട്ട് ആ ബീഫ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബീഫ് വെന്ത ഇതിലുള്ള ആ ഗ്രേവി ഉണ്ടല്ലോ, ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇത് ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഉരുളിക്ക് എനിക്ക് ആവശ്യമുണ്ട് ഇപ്പം, അപ്പോൾ അതുകൊണ്ട് ഉരുളി ഞാൻ ഒഴിവാക്കാം കേട്ടോ. അങ്ങനെ ആ ഗ്രേവി ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചു. പിന്നെ പത്തിരി ഉണ്ടാക്കണം. അപ്പോൾ പത്തിരി ഉണ്ടാക്കാം, പൊടി വാട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് ഒരടുപ്പത്ത്. പിന്നെ നമുക്ക് പാലപ്പത്തിന് മാവ് ഉണ്ടാക്കണം. അപ്പോൾ കപ്പി കാച്ച തരി കാച്ച എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കേട്ടോ ഞാൻ മാവ് ഉണ്ടാക്കണത്. അപ്പോൾ കുറച്ച് അരിപ്പൊടി എടുത്തിട്ട്, കുറച്ച് പറഞ്ഞാൽ നമ്മളിപ്പോൾ 45 പാലപ്പാണല്ലോ ഉണ്ടാക്കണത്. അപ്പോൾ അതിനെന്തായാലും ഒരു 1.5 കിലോൻ്റെ അടുത്ത് പച്ചരി വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാനൊരു 6 കപ്പ് പച്ചരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിന്. പിന്നെ ഒരു 2 കയ്യിൽ അരിപ്പൊടി എടുത്തിട്ട് അതേപോലെ ഒന്ന് കപ്പി കാച്ചെടുത്തിട്ടുണ്ട്. ഇത് എല്ലാവർക്കും അറിയണത് തന്നെ ആവും. പച്ചവെള്ളത്തിൽ പൊടി കലക്കുക, അരിപ്പൊടി കലക്കുക, എന്നിട്ട് ഇതേപോലെ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ കുറുക്കി എടുക്കുക. നമ്മൾ കുട്ടികൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കൂലേ, അതേപോലെ കുറുക്കി വേവിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ അത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ മാവ് റെഡിയാക്കാമല്ലോ. അപ്പം ഇനി ഞാൻ പത്തിരിക്കുള്ള പൊടി എടുത്ത് വെക്കുകയാണ്. പത്തിരി നമുക്ക് 100 പത്തിരിയാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അപ്പം ഞാൻ 6 കപ്പ് പച്ചരിയാണ് കേട്ടോ. പച്ചരി അല്ല, അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ അരിപ്പൊടി പാക്കറ്റ് പൊടി വാങ്ങിക്കലല്ല കേട്ടോ. ഞാൻ തന്നെ ഇവിടെ വീട്ടിൽ നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ അരി വാങ്ങിക്കുമ്പോൾ ചിലപ്പം കൂടുതൽ പച്ചരി കിട്ടും. അപ്പോൾ പച്ചരി നല്ലോണം കഴുകി അത് ഉണക്കും, എന്നിട്ട് പൊടിപ്പിച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ അരിപ്പൊടി അങ്ങനെ വറുക്കൊന്നുമില്ല. നമ്മൾ പുറത്തുനിന്ന് പാക്കറ്റ് പൊടിയൊക്കെ വാങ്ങിക്കണ പാക്കറ്റ് പൊടിയിൽ ഉണ്ടാവണ അരിപ്പൊടി ഉണ്ടല്ലോ, അത് വറുത്ത് വരുന്ന പൊടിയാവും. അപ്പോൾ അതിന് വെള്ളം നല്ലോണം വേണ്ടി വരും കേട്ടോ. നമ്മൾ ഈ ഇങ്ങനെ അരി പൊടിച്ചാണ്ട് ഉണ്ടാക്കുന്ന അരിപ്പൊടിക്ക് അധികം വെള്ളം വേണ്ടി വരില്ല പൊടി വാട്ടാൻ. അപ്പോൾ പൊടി വാട്ടുന്ന വീഡിയോ ഞാൻ ഇന്നലെ നമ്മളെ സെക്കൻഡ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിനും. അപ്പോൾ അത് ഞാൻ കാണിക്കണില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാലോ നൈസ് പത്തിരി ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ ഞാൻ 7 കപ്പ് വെള്ളം എടുത്തിനു, കുറച്ച് വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിന്. എന്നിട്ടാണ് കേട്ടോ പൊടി ഇട്ടാണ്ട് വേവിച്ചെടുത്തത്. പിന്നെ ഇതാ കുറേശ്ശെ 2-3 പ്രാവശ്യമാക്കി ഇട്ടിട്ട് പൊടി ഞാൻ പത്തിരി ഷീറ്റിക്ക് ഇട്ടിട്ട് അങ്ങനെ കുഴച്ചെടുത്തു. അങ്ങനെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുമ്പോൾ പത്തിരി പരത്താം. അപ്പോൾ അത് ഡ്രൈ ആവും കേട്ടോ അടച്ചു വെച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ ഈ ഒരു ഞാൻ ആ ബോൾസ് ഇട്ട് വെച്ച പാത്രത്തിൻ്റെ അടപ്പ് അതിമ വെക്കണില്ല, അടയണില്ല. അപ്പോൾ അത് വേറൊരു പാത്രം ഞാൻ വെച്ചാണ്ട് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഡ്രൈ ആവും, തുറന്ന് വെക്കരുത്. പിന്നെ പാലപ്പത്തിനുള്ള മാവ് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചതാണ്. എന്നാലും പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മൾ ചാനലിൽ കാണുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിക്കും, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പിയും കൂടി കാണിച്ചുകൂടേനോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ തന്നെ ലെങ്ത്ത് കൂടുതലാണ് കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ നമ്മളെ സെക്കൻഡ് ചാനലിൽ ഇതിൻ്റെ റെസിപ്പി ആയിട്ട് ഇടുന്നുണ്ട്. അങ്ങനെ അതാ പാലപ്പത്തിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിവിടെ അടച്ചു വെക്കട്ടോ. അപ്പോൾ മാവ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വലിയ പാത്രത്തിൽ ഉണ്ടാക്കണം. ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ മാവ് അധികം ഉണ്ടാക്കൽ. അപ്പം അങ്ങനെ അതിൽ തന്നെ ഉണ്ടാക്കി വെച്ചു. ഇനി നമുക്ക് ചിക്കൻ പൊരിക്കാനുള്ള 65-നുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതിലേക്കുള്ള മസാല തേച്ച് വെക്കട്ടോ. അപ്പോൾ അതവിടെ ഞാൻ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഗരം മസാല എടുത്തിട്ടുണ്ട്, ജീരകം പൊടിച്ചത് കൊടുത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടി ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിനും കുട്ടികൾക്ക് കഴിക്കാനുള്ളതാണ്, എരിവ് കുറച്ച് മതി എന്നുള്ളത്. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാട്ടോ കുറച്ചെടുത്തത്. പിന്നെ അതേപോലെ
ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിനും, പിന്നെ സോയാ സോസും ചേർത്ത് കൊടുത്തു, ചില്ലി സോസും ചേർത്ത് കൊടുത്തു, പിന്നെ ഒരു കപ്പ് തൈരും ചേർത്തിട്ടുണ്ട്. ഒരു കപ്പല്ല 1/4 കപ്പ് കേട്ടോ. പിന്നെ നമ്മൾ കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്തു. തൈര് ചേർത്താൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിക്കാരം. പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ചേർത്തിട്ടുണ്ട്. പിന്നെ കോൺഫ്ലവറും അരിപ്പൊടിയും നമ്മളിപ്പോൾ ചേർക്കൂല കേട്ടോ, അത് പൊരിക്കണ സമയത്താണ് ചേർക്കുക. ഇപ്പം ഇതൊക്കെ ചേർത്തിട്ട് നല്ലോണം കൈകൊണ്ട് ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കും. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ അതിലിട്ടിട്ട് നല്ലോണം മസാല തേച്ച് വെക്കുക കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി ഇട്ടിട്ടില്ലേ, ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതാ കൈ കൊണ്ട് നല്ലോണം കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഉപ്പൊക്കെ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം ഈ മസാലയ്ക്കുള്ള ഉപ്പുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പം ഇനി ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അപ്പം ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഉപ്പൊക്കെ ഇപ്പോൾ കറക്റ്റാണ്. ഇനി നമുക്ക് ചിക്കൻ ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കോഴിമുട്ട 1-2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ചേർത്തിട്ടില്ല. ഞാൻ ചിക്കൻ ഇങ്ങനെ നമ്മൾ ചില്ലി ഉണ്ടാക്കൂലേ, ചെറിയ പീസാക്കിയാണ്ട് പൊരിച്ചെടുക്കൂല, അതിക്ക് ചിക്കൻ ചേർക്കലുണ്ട്. ഇതിക്ക് അല്ല, ചിക്കൻ മുട്ട ചേർക്കലുണ്ട്. ഇതിക്ക് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കല്. അപ്പോൾ നിങ്ങളെ റെസിപ്പിയും എനിക്ക് കമൻറ്റ് ബോക്സിൽ പറഞ്ഞുതരണം കേട്ടോ. ചില കൂട്ടുകാരൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാവില്ല, വേറെ രീതിയിൽ ഉണ്ടാക്കൽ ഉണ്ട്. അപ്പോൾ എന്നോട് റെസിപ്പിയും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരലുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ നമ്മൾക്ക് മാറ്റങ്ങൾ വരുത്താലോ. ഞാനിപ്പോൾ വലിയ ഒരു കുക്കൊന്നും അല്ല, നിങ്ങളൊക്കെ പോലെ തന്നെ സാധാരണ ഒരു വീട്ടമ്മയാണ്. അപ്പം എനിക്കറിയാത്തത് നിങ്ങളുടെ അടുത്തൊന്നും കിട്ടുമ്പം ഒരു സന്തോഷമല്ലേ നമുക്ക് അങ്ങനെ മാറ്റങ്ങൾ വരുത്താലോ. അങ്ങനെ ചിക്കനിൽ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടോ. അപ്പോൾ അത് അടച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പത്തിരി പരത്തിയെടുത്ത് അതിൻ്റെ ഇടയിൽ കേട്ടോ. പിന്നെ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന് ആ സമയമൊക്കെ ആയപ്പോഴത്തേന്. പിന്നെ നിസ്കാരം കാര്യമൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കിച്ചണിക്ക് വന്നത്. അപ്പം ഇനി നമ്മൾ പത്തിരി ചൂടാണ്. അപ്പോൾ പത്തിരി ചൂടാൻ വേണ്ടിയാണ്ട് നിന്നിട്ട് പിന്നെ 1 മിനിറ്റ് ഒഴിവ് കിട്ടിയിട്ടില്ല കേട്ടോ. ഒന്ന് ഇരിക്കാനും കൂടി സമയം കിട്ടിയിട്ടില്ല. കാരണം പത്തിരി ചൂടാൻ ഞാൻ ഇരുമ്പിൻ്റെ ഒരു ചട്ടി ഉണ്ട് നമുക്ക്, ഞാനിവിടെ പുറത്ത് വെച്ചിട്ട് ആരോ എടുത്തോണ്ടേന് കേട്ടോ. അപ്പോൾ ആ ചട്ടി കാണുന്നില്ല. അപ്പം ഇനി ഈ ഒരു ചട്ടിയാണ് പിന്നെ ഉള്ളത്. ഇതിൽ ഓരോ പത്തിരിയും ചൂടാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിലാണ് കേട്ടോ ഞാൻ ചുട്ടെടുക്കുന്നത്. പിന്നെ വലിയ ഇരുമ്പിൻ്റെ വേറൊരു ചട്ടി ഉണ്ട് നമ്മൾ ദോശയൊക്കെ ചുടുന്നത്, അതിൽ പത്തിരി ചുട്ടാൽ അത്രക്കണ് നന്നായി കിട്ടൂല. അങ്ങനെ ഓരോ പത്തിരിയും ചുട്ടെടുത്തപ്പോൾ തന്നെ നേരം കുറേ ആയി. അപ്പോൾ പത്തിരി ചുട്ട് മാറ്റി വെച്ച് ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടാട്ടോ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിക്കുള്ള ചിക്കനും ഞാൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചിട്ടില്ല. മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ, കുറച്ച് സുർക്കി ഒഴിച്ചിട്ടുണ്ട് അതിന്. അങ്ങനെ മസാല തേച്ച് വെച്ചതാണ്. ഇനി നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ആ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് 2-3 പ്രാവശ്യമൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഉരുളിയിലാവുമ്പോൾ പെട്ടെന്നാവും. പിന്നെ നല്ലോണം മൊരിച്ചെടുക്കണമൊന്നുമില്ല, കറി ഉണ്ടാക്കാനുള്ളതല്ലേ. അപ്പം ഒന്ന് അടുപ്പത്ത് കിടന്നിട്ട് എന്തായാലും ഒന്ന് വേവിച്ചെടുക്കും. അപ്പം ചിക്കനൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഫുഡ് 40 പേർക്കുള്ള ഫുഡാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം വീടിരിക്കലൊക്കെ ആകുമ്പോൾ സുബക്ക് അധികം ആളുകളൊന്നും ഉണ്ടാവില്ലല്ലോ, ചില വീട്ടിലുണ്ടാവും. അപ്പം ഇവിടെ അധികം ആളുകളൊന്നും ഇല്ല പറഞ്ഞു, 40 ആളുകളുള്ളൂ കേട്ടോ. അപ്പോൾ ഓർക്കുള്ള ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം 40 പേർക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 കിലോ ചിക്കനാട്ടോ എടുത്തിട്ടുണ്ട് അതിനേത്. പിന്നെ അതേപോലെ ചിലർ ചോദിക്കും 4 കിലോ ചിക്കൻ എന്ന് പറഞ്ഞാൽ 4 കിലോ ഇറച്ചിയായിട്ടാണോ അതോ 4 കിലോ ചിക്കൻ അങ്ങനെ ചോദിക്കും. ഇറച്ചിയായിട്ട് 4 കിലോന് കേട്ടോ. അപ്പോൾ ചിക്കൻ ഓരോ ബാച്ചായിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കുള്ള സവാള അതേപോലെ തേങ്ങ ചിരവണം, അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. 3 തേങ്ങ എടുത്തിട്ടുണ്ട് അതിനിട്ട് ഞാൻ. അതിൽ 2.5 തേങ്ങ വറുത്താണ്ട് ചേർത്തു, അരമുറി തേങ്ങ പച്ചക്കും അരച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ എന്നോട് ചോദിക്കും നിങ്ങൾക്ക് ഹെൽപ്പിന് ആരെങ്കിലുമൊക്കെ വിളിച്ചൂടെ, അങ്ങനെയൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. ഇൻഷാല്ലാ ഹെൽപ്പിനൊക്കെ നമുക്ക് ആരെങ്കിലുമൊക്കെ വിളിക്കണം. ഇപ്പം എന്ന് പറഞ്ഞാൽ കുട്ടികളുണ്ട് വീട്ടിൽ, ഇപ്പം ഓർക്ക് വെക്കേഷൻ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ടാട്ടോ ആരെയും വിളിക്കാത്തത്. പിന്നെ എൻ്റെ ഹസ്ബൻഡും ഉണ്ടല്ലോ, അപ്പോൾ ഓരും കടയൊക്കെ അടച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓര് വന്നാൽ പിന്നെ ഓരും ഉണ്ടാവും ഹെൽപ്പിന്. അതുകൊണ്ടാണ് ഞാൻ പുറത്തുനിന്ന് ആരും ഇപ്പോൾ വിളിക്കാത്തത്. നമുക്ക് വലിയ രീതിയിലൊക്കെ കാറ്ററിംഗ് ആക്കുകയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിക്കേണ്ടത്, അല്ലാതെ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയൂല. അതേപോലെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമ്പോഴേ വീഡിയോയിൽ കാണുമ്പോൾ തോന്നും എത്ര എളുപ്പം കൊണ്ട് കഴിഞ്ഞേന്ന്. പക്ഷേ അതിൻ്റെ അടിയിലൊക്കെ ഒരുപാട് എഫേർട്ട് ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മളിങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പം എന്താണെന്ന് അറിയില്ല, നമുക്ക് നല്ലൊരു ബർക്കത്തുണ്ട് കേട്ടോ. ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലി ആയിട്ടാവും എനിക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്തതുള്ളൂ. ഈ 500 പേർക്കൊക്കെ ഉള്ള ഫുഡിനൊക്കെ എനിക്ക് ഓർഡർ വരലുണ്ട്. പക്ഷെ അതിനൊന്നുള്ള ഒരു എന്താ പറയുക ധൈര്യമില്ല. ഉണ്ടാക്കാൻ ഞാൻ ഉണ്ടാക്കും, പക്ഷെ ആ കറക്റ്റ് സമയത്താവണമെങ്കിൽ നമ്മൾ നല്ലോണം നല്ല കഷ്ടപ്പാടുണ്ടാവും. ഇവൻ്റെയൊക്കെ നടത്തണം അല്ലേ.
ഇങ്ങനെ കുറച്ച് ആൾക്കാർക്കൊക്കെ ഉള്ളതാകുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ. നമുക്ക് 100 ആൾക്കാർക്ക് വരെ ഉള്ളത് 100-150 ആൾക്കാർക്ക് വരെ ഉള്ളതൊക്കെ വലിയ കുഴപ്പമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വർത്തമാനം പറയുന്ന ഇടയിൽ തേങ്ങ ഇവിടെ വറുക്കണുണ്ട് കേട്ടോ. തേങ്ങ ഞാൻ ഒരു 2.5 തേങ്ങ എടുത്തിട്ടുണ്ടായിന് കേട്ടോ. ആദ്യം 2 തേങ്ങയാണ് ചിരവി വെച്ചിട്ടുണ്ടായിരുന്നത്, പിന്നെ ഒരു അരമുറി തേങ്ങയും കൂടെ ചിരവിയേക്ക് കൊണ്ടുവന്നിട്ട് കൊടുത്തിന്. അപ്പോൾ ആ ചിക്കൻ പൊരിച്ച എണ്ണ ഇന്ന് കുറച്ച് മാറ്റിയിട്ട് കുറച്ച് എണ്ണയിലിട്ടിട്ടാണ് കേട്ടോ നമ്മൾ ചിക്കൻ തേങ്ങ വറുത്തെടുത്തത്. പിന്നെ അതിലേക്കും കുറേശ്ശെ മസാലപ്പൊടികളും ചേർത്തിട്ടുണ്ടായിന്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ജീരകം പിന്നെ പൊടിച്ചതല്ല കേട്ടോ, അങ്ങനെ തന്നെ തേങ്ങ വറുത്തപ്പെട്ട് കൊടുത്തിന്. നമ്മൾ ഗരം മസാല ഇട്ടീന് കേട്ടോ. അങ്ങനെ തേങ്ങ വറുത്തതൊക്കെ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിത് അവിടെ നമ്മൾ വലിയ ചെമ്പുണ്ടല്ലോ, ആ ചെമ്പാട്ടോ അടുപ്പത്ത് വെച്ചിരിക്കണത്. പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള വഴറ്റിയെടുക്കണേന്. സവാള ഒരുപാട് ചേർക്കരുത് കേട്ടോ, കുറേ ചേർത്ത് കഴിഞ്ഞാൽ ഒരു മധുരക്കാരൻ കറിക്ക്. പിന്നെ നമ്മൾ തേങ്ങ വറുത്തരച്ച കറിയല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഒരു പാകത്തിന് മതി. ഇതൊരു 8 സവാളായിട്ട് ഉണ്ടായിന് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സവാള വഴറ്റിയെടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ചേർത്ത് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഒന്നും ഞാൻ കറക്റ്റ് അളവ് പറയണില്ല കേട്ടോ. നിങ്ങൾക്ക് എത്ര കറി വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർത്തുകൊണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 40 ആൾക്കാർക്കുള്ള കറിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. ഈ സവാളയും തക്കാളിയും വഴറ്റുന്ന കാര്യത്തിലേ ഇന്നെക്കാട്ടിലും ഉഷാറാട്ടോ എൻ്റെ ബാബു. അപ്പോൾ നല്ലോണം വഴറ്റിയെടുക്കും, അതിൽ ഇട്ട് കൊടുത്താൽ മതിയൊക്കെ നല്ലോണം ഇളക്കി എടുത്ത് നിന്ന് തന്നെ അങ്ങനെ ഇളക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഹെൽപ്പർ നമുക്ക് ഉണ്ടാകുമ്പം സുഖമാണ്. പിന്നെ നമ്മൾ അല്ലെങ്കിൽ എല്ലാം എടുത്ത് കൊണ്ടുവന്ന് വെക്കണം, അതല്ലെങ്കിൽ ഒന്ന് എടുക്കാൻ പോകുമ്പോഴത്തേന് കരിയും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഒക്കെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെക്കും കേട്ടോ, എന്നിട്ടുള്ളൂ ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഇളക്കാനൊക്കെ ആളുണ്ടാകുമ്പോൾ പിന്നെ അകത്ത് പോയി അങ്ങനെ എടുത്തുകൊണ്ടിരും. പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടോ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ചേർക്കുന്നുണ്ട്. ചിക്കൻ മസാല ആ ഒരു പാക്കറ്റിൻ്റെ പകുതിയോളം ചേർത്തിട്ടുണ്ട്. ഇനി മസാലപ്പൊടികളെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതേപോലെ പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇനി പച്ചമുളക് ഞാൻ കീറിയിട്ടൊന്നുമില്ല കേട്ടോ, ഇനി എരിവ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേക്കുക. കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്, എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്, പിന്നെ കുരുമുളക് പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ട്. എല്ലാത്തിലും എരിവ് ഉണ്ടാവുമല്ലോ. പിന്നെ പറഞ്ഞാൽ നമ്മൾ ചിക്കൻ മസാല ചേർത്തില്ലേ, അതിലും ഉണ്ടാവും എരിവ്. പിന്നെ പച്ചമുളകാണെങ്കിൽ അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പോൾ എരിവ് കൂടണ്ട വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തത്. ഈ ഉണ്ടമുളകില്ലേ അതാണ്. അങ്ങനെ ഒക്കെ വഴറ്റിയെടുത്ത് പിന്നെ അതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനും ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിന് കേട്ടോ അതിൻ്റെ ഇടയിൽ. ഇനി നമുക്ക് കിഴങ്ങും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 1 കിലോ കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് കിഴങ്ങ് ഇടുന്നത് ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ കുഴപ്പമില്ല കേട്ടോ, കിഴങ്ങ് നല്ല ടേസ്റ്റ് അതിലേക്ക് ഇട്ടാൽ. പിന്നെ കറി ഒന്ന് കുറുകി വരും ചെയ്യും, കറിക്കൊരു കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ കിഴങ്ങ് ചേർത്ത് കൊടുത്താൽ. അങ്ങനെ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് അരച്ച് കൊണ്ടുവരാം. പിന്നെ അതേപോലെ നൂൽപുട്ട് ഉണ്ടാക്കണം. അപ്പോൾ നൂൽപുട്ടിനുള്ള മാവും റെഡിയാക്കുന്നുണ്ട്. തേങ്ങ അരക്കാൻ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിച്ച് മോനും എൻ്റെ ഒപ്പം ഉണ്ടാവും കേട്ടോ. ഓന് ഞാൻ എപ്പോഴാണോ ഞാനന്ന് കടന്നിട്ട് തന്നെ അല്ല കേട്ടോ ഈ വീഡിയോ എടുക്കണം. അന്ന് നമുക്ക് നേരം വെളുക്കോളം പണി തന്നെ ഇനി. അപ്പോൾ റിച്ച് ഉണ്ടാവും എൻ്റെ ഒപ്പം എനിക്ക് തുണക്ക്. അപ്പോൾ ഞാൻ ജാറിലിട്ട് കൊടുത്തിരുന്നു കേട്ടോ തേങ്ങ. അപ്പോൾ ഓൻ അരക്കണുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ നൂൽപുട്ടിനുള്ള മാവ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നൂൽപുട്ടും ഉണ്ടാക്കാം. അപ്പോൾ മാവ് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ചിക്കൻ കറി വന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ കിഴങ്ങും ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ വന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഇനി നമുക്ക് തേങ്ങ വറുത്തരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കേട്ടോ തേങ്ങ വറുത്തരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക, ആ പാത്രം ഒന്ന് ചുഴറ്റിയിട്ട്. പിന്നെ പച്ചത്തേങ്ങ അരച്ച് ഞാൻ ചേർത്തിന് കേട്ടോ, അത് വീഡിയോയിൽ കണ്ടിട്ടൊന്നുമില്ല. അതേപോലെ ചെറിയ ഉള്ളി അരിഞ്ഞാണ്ട് വെളിച്ചെണ്ണയിൽ തൂമിച്ചിട്ട് അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിന്, അത് പിന്നെ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ എന്നാൽ ഒക്കെ ഞാൻ തന്നെയല്ലേ വീഡിയോ എടുക്കുന്നതും ഇങ്ങനെ ജോലികൾ ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾ കറി ഉണ്ടാക്കുമ്പം അത് മറക്കരുത് കേട്ടോ. വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞ് തൂമിച്ചിട്ട് കൊടുത്തോണ്ട്. ഞാൻ ആ സമയത്ത് ചെയ്തിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ചെയ്തത്. അതുകൊണ്ടാവും വീഡിയോ എടുക്കാൻ വിട്ടുപോയത്. പിന്നെ നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കണ്ടേ. അപ്പം നൂൽപുട്ടിന് ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴൊക്കെ നട്ട പാതിര കേട്ടോ സമയം. അപ്പം എൻ്റെ ബാബുവിൻ്റെ കൂട്ടുകാരൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ എനിക്ക് നൂൽപുട്ടിൻ്റെ ആ ഒരു കറണ്ടിന് ചാർജ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഞാനിത് വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിന്. അപ്പോൾ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഓരോ വീട്ടിലുണ്ടായിന്. അപ്പോൾ ഒരു തന്നതേന് കേട്ടോ, അതുകൊണ്ട് ഉണ്ടാക്കി നോക്കുമെന്ന് പറഞ്ഞിട്ട്. ഇതാകുമ്പോൾ നൂൽപുട്ട് പീച്ചൊന്നും വേണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഇട്ട് കൊടുത്താൽ മതി. മാവ് തീക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്വിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനങ്ങനെ ചെയ്ത് നോക്കിയിട്ടോ. പക്ഷേ എനിക്കിതൊരു
ഇത് കിട്ടിയില്ല, ഉഷാർ കിട്ടിയില്ല കേട്ടോ നൂൽപുട്ടിന്. കാരണം എന്താ വെച്ചാൽ നൂൽപുട്ടിൻ്റെ നൂല് വണ്ണുള്ള നൂലാണ്. നമ്മളെ മരത്തിൻ്റെ അച്ചിലുണ്ടാക്കുന്ന നൂൽപുട്ട് ചെറിയ നൂലാവും, നല്ല സോഫ്റ്റ് ആയിക്കാരം. അപ്പോൾ ഇപ്പം നമ്മൾ രാത്രിയിലാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പം 5 മണിക്ക് കൊടുക്കാനുള്ളതാണ്, 4:45 ആകുമ്പോൾ കൊടുക്കാനുള്ളതാണ്. എന്നാലും ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേനും നല്ല സോഫ്റ്റ് ആയിക്കാരം. അങ്ങനെ എന്താ ബലം വെക്കൂല. ഇനിയിപ്പോൾ ഇതിലൊക്കെ ആകുമ്പോൾ ബലം വെക്കുമല്ലെന്നൊന്നും അറിയില്ല, എനിക്കൊരു പേടി. അപ്പോൾ ഞാൻ നമ്മളെ അച്ഛനെ എടുത്തുകൊണ്ട് അതിൽ തന്നെ പീച്ച് അതിൽ തന്നെ കേട്ടോ നൂൽപുട്ട് ഉണ്ടാക്കുന്നത്. 2 ഞാൻ ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ വണ്ണുള്ള നൂല് കണ്ടപ്പോൾ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനതിന് കുറ്റം പറയല്ല, ഞാൻ അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. പക്ഷെ നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പുറത്തേക്ക് കൊടുക്കാനുള്ളതല്ലേ, വീട്ടിലത്തെ ആവശ്യത്തിനാകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കിട്ടോ. പിന്നെ ചിക്കൻ പൊരിക്കണേന് അപ്പോൾ ചിക്കൻക്ക് നമുക്ക് കോൺഫ്ലവറും അരിപ്പൊടിയും കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ നേരത്തെ ചേർക്കാത്ത എന്താ വെച്ചാൽ, ചിക്കൻ മസാല തേച്ച് വെച്ച ആ ടൈമിൽ ചേർക്കാത്ത എന്താ വെച്ചാൽ, ഇതൊന്നിങ്ങനെ ചിലപ്പോൾ ചിക്കനിന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ ഇറങ്ങും. അപ്പോൾ ആ വെള്ളം ഇറങ്ങുമ്പം ഈ പൊടികളൊക്കെ താഴെയാവും. അപ്പോൾ നമുക്ക് ഇതുമ്പോൾ കോട്ടിങ് ഉണ്ടാവില്ല, ചിക്കൻ മേലെ ആ കോട്ടിങ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആ പൊരിക്കുന്ന സമയത്ത് നമ്മൾ ചേർക്കുമ്പം അത്യാവശ്യം കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയി ഉണ്ടാവും. അതങ്ങനെ എണ്ണയിൽ കലങ്ങി പോവില്ല. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മൾ ഉരുളി വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഉരുളി തന്നെ കേട്ടോ ഇന്നത്തെ പരിപാടി മുഴുവൻ. ഇതാകുമ്പോൾ സുഖമാണ്, ചിക്കൻ എളുപ്പം പൊരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തു. ചൂടായപ്പോൾ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന് പിന്നെ മക്കളൊക്കെ പോയി കിടന്നു കേട്ടോ. എല്ലാവർക്കും ഉറക്കം വന്നിക്കണം. അപ്പോൾ ഞാൻ ഒക്കെ കിച്ചണിൽ തന്നെയാണ് കേട്ടോ. ഞാൻ പിന്നെ ഒന്നും കാണിക്കായിട്ടാണ്. അപ്പോൾ എനിക്ക് പേടിയാവണ്ട വിചാരിച്ചിട്ടേ. ഇപ്പച്ചി ഉണ്ട് ഇവിടെ. എന്തായാലും കോട്ട വീടിൽ തുടങ്ങിക്കണേ, എപ്പോഴാണ് സൈഡാവുകയെന്ന് അറിയില്ല. എന്നാലും വിട്ടൊന്നും പോകില്ല, എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും കേട്ടോ. ഞാൻ ഒറ്റക്കല്ലേ, പുറത്തല്ലേ നമ്മൾ കുക്ക് ചെയ്യണത്. അപ്പം എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല കേട്ടോ. പഠിച്ചവൻ്റെ കാവലുണ്ടാവും, ഞാൻ അത്രേ വിചാരിക്കലുള്ളൂ. പിന്നെ ഇവിടെ ഒരു പ്രോസസ്സിങ് ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ടോ. അത് ഞാൻ ലൈവായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കുറേ നേരം മാവ് ഇതേപോലെ ഇങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ഇത് കാണായിട്ടല്ല കേട്ടോ, ഒരു മെയിൻ്റെ വെക്കാതെ പോയതാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് 2 കൈയിനും പണിയാണ്. അപ്പോൾ നൂൽപുട്ടും ചുടുന്നുണ്ടേനും ചിക്കനും പൊരിക്കുന്നുണ്ടേനും അതിൻ്റെ ഇടയിൽ പാലപ്പം കൂടെ ചുട്ടെടുക്കാൻ കഴിയൂല, ചിലപ്പോൾ കരിയും. അപ്പം ഏതേതും ഇല്ലാതെയാവും. അപ്പം അതൊക്കെ കഴിയട്ടെ, ഏതെങ്കിലും ഒന്ന് കഴിയട്ടെ വിചാരിച്ചതാട്ടോ. അപ്പോൾ ചിക്കൻ പൊരിച്ച് കഴിഞ്ഞിട്ടില്ല, പിന്നെ നൂൽപുട്ടും ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടില്ല, കഴിയാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മാവ് ഞാൻ വേറൊരു പാത്രത്തേക്ക് ആക്കിയില്ലെങ്കിൽ ഇനി വേറെ പാത്രവും നിറഞ്ഞു ഒഴുകും. അപ്പോൾ വേറെ പാത്രത്തേക്ക് മാറ്റിയിട്ടോ. അങ്ങനെ ചിക്കൻ പൊരിക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ പാലപ്പം ചുടാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ പാലപ്പച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചതാ അപ്പൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരുപാട് ഈസ്റ്റും കാര്യങ്ങളൊന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല, കുറച്ച് ഈസ്റ്റേ ചേർത്തിട്ടുള്ളൂ. രാവിലെ തന്നെ നമ്മൾ ഈസ്റ്റും അപ്പം സോഡയൊക്കെ ഇട്ട ഫുഡ് കഴിക്കണത് അത്ര നല്ലതല്ല. പിന്നെ തേങ്ങ വെള്ളമൊക്കെ പുളിപ്പിച്ച് ചേർത്താൽ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഈസ്റ്റ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മളിത് പുറത്തേക്ക് കൊടുക്കാനുള്ളതാവുമ്പോഴേ മാവ് കൂട്ടി വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരീക്ഷണം ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ആകെ ഇടങ്ങേറാവും. അപ്പോൾ അത് വിചാരിച്ചിട്ട് കുറച്ച് ഈസ്റ്റ് ഞാൻ ചേർത്തേന് കേട്ടോ. അതുകൊണ്ടാണ് അത് അങ്ങനെ നിറഞ്ഞ് പൊങ്ങി വന്നത്. എന്നാലും നിറഞ്ഞ് ഒഴുകൂല എന്ന് വിചാരിച്ചിന് ഞാൻ, കാരണം കുറച്ച് ഈസ്റ്റല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എന്താ അറിയില്ല കേട്ടോ, ഇപ്പോൾ ചൂടല്ലേ അതുകൊണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ലെങ്ത്ത് ഒരുപാടുണ്ട് കേട്ടോ, കുറച്ച് ലെങ്ത്ത് കൂടുതൽ തന്നെയാണ്. ഞാൻ മാക്സിമം ചുരുക്കാൻ നോക്കിയിട്ടുണ്ട്, എന്നാലും ഒക്കെ കൂടെ ഇൻക്ലൂഡ് ചെയ്യണ്ടേ. അപ്പം കുറച്ച് ലെങ്ത്ത് കൂടുതലാട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്തന്നെ ഒന്ന് കണ്ടു നോക്കൊണ്ട്, ഒഴിവിട്ടുന്ന സമയത്ത് കണ്ടാൽ മതി. പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന കുറേ കൂട്ടുകാരുണ്ടല്ലോ കാറ്ററിംഗ് ഒക്കെ ഇപ്പോൾ ചെയ്യണേ, അപ്പോൾ അവർക്കൊക്കെ ഉപകാരമായിക്കോളും. അതുകൊണ്ടാണ് കേട്ടോ ഒക്കെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ പാലപ്പം ചുട്ടെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബീഫും റെഡിയാക്കണ്ടേ. അപ്പോൾ ഞാൻ വീണ്ടും ആ ഉരുളി കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അത് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറച്ച് അധികം തന്നെ അങ്ങോട്ട് ചതച്ച് വെച്ചതേനെ കേട്ടോ. എന്നാൽ പിന്നെ എല്ലാത്തുക്കും അതിന് കുറേശ്ശെ അങ്ങനെ എടുത്താൽ മതിയല്ലോ. അങ്ങനെ കേട്ടോ, അതിനാണ് കൂടുതൽ സമയം വേണ്ടത് വെളുത്തുള്ളി തോലൊഴിച്ചാൽ. പിന്നെ തേങ്ങാക്കൊത്തൊക്കെ ചേർക്കുക. ഞാൻ പിന്നെ തേങ്ങാക്കൊത്തൊന്നും ചേർക്കാൻ നിന്നിട്ടില്ല ആ നേരത്ത്, പിന്നെ അതിനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തു. എന്നിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ ഇതൊന്നും ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ടാട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. പിന്നെ അതേപോലെ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിന്. ഇനി കുറേശ്ശെ മസാലപ്പൊടികളും ചേർക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഒക്കെ കുറേശ്ശെ ചേർത്തിട്ടുള്ളൂ. ഇത് 3 കിലോ ബീഫാട്ടോ. പിന്നെ കൂടുതലായിട്ട് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അതേപോലെ തന്നെ കുറച്ച് ബീഫ് മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിക്കും സോയാ സോസും ചില്ലി സോസും വേണമെങ്കിൽ ചേർക്കുക. ഞാൻ ചേർക്കണം എന്ന് വിചാരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിനി, പക്ഷേ ഞാൻ മറന്നുപോയി.
ഇനിയിപ്പോൾ ചേർത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചേർത്താൽ അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ മറന്നുപോയിട്ടോ. പിന്നെ അതൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ ബീഫ് വേവിച്ച ഗ്രേവി ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ടോ. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുത്തു. പിന്നെ വേവിച്ച് വെച്ച ബീഫായിക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി തീ കത്തിക്കണ്ട, കനലുണ്ട് അടുപ്പിൽ. അപ്പോൾ ആ ഒരു കനലിൽ കടന്നിട്ട് അങ്ങനെ നെരിഞ്ഞോട്ടെ. പിന്നെ ഒരു പ്രത്യേകം പറഞ്ഞിനി കേട്ടോ, അങ്ങനെ നല്ലോണം ഉണങ്ങി വേണ്ട, കുറച്ചിങ്ങനെ കുറഞ്ഞൊരു അഴവിൽ മതി എന്ന് പറഞ്ഞിനി. അപ്പോൾ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ കരുതി ഞാനും. തീ കത്തിച്ച് കഴിഞ്ഞാൽ നല്ലോണം മൊരിയും. അപ്പം അങ്ങനെ മൊരിയണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ അടുപ്പത്ത് വെച്ചിട്ടോ, തീ കത്തിക്കാതെ ആ കനൽമേൽ അങ്ങനെ വെച്ചു. പിന്നെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടായിനും. നമ്മൾ മസാലയിൽ ഉപ്പിട്ടിട്ടില്ലല്ലോ, ബീഫ് വേവിച്ചപ്പോൾ ചേർത്ത ഉപ്പാണ്. അപ്പം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. അങ്ങനെ അത് അടച്ചു വെച്ചു. അങ്ങനെ പാലപ്പം ചുട്ടു കഴിഞ്ഞു. പത്തിരി നമ്മൾ കുറച്ച് നേരത്തെ ചുട്ടു. പിന്നെ നൂൽപുട്ടുണ്ടാക്കി, പിന്നെ പാലപ്പം ഉണ്ടാക്കി, അതിൻ്റെ ഇടയിൽ ചിക്കൻ പൊരിച്ചു. ഇപ്പോൾ ഒക്കെ റെഡി ആയിട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യണ്ടേ. നമ്മളെ ചിക്കൻ 65. ഇനിയുള്ള ജോലി ഇത് പാക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫോയിൽ പേപ്പർ വെച്ച് ഇത് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിന് കേട്ടോ, ചൂടാറണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇനി ഫോയിൽ പേപ്പർ വെച്ചിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു 4:30 കഴിഞ്ഞു കേട്ടോ സമയം. 4:45 ഫുഡ് കൊണ്ടുപോകാൻ നമ്മളെ കാക്ക വരും. അങ്ങനെ ഒക്കെ ആയി വരുമ്പോൾ നമുക്കൊരു സന്തോഷം കേട്ടോ. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുമ്പോൾ. രാത്രി ഉറക്കമൊഴിച്ചുണ്ടാക്കിയ ഫുഡാണ് കേട്ടോ. അപ്പം എന്താ പറയുക, ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടാവണേ, എല്ലാവർക്കും തികയണേ. നമ്മളോട് ഒരു ഇങ്ങനെ അളവ് പറഞ്ഞു തരും, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ 45 അപ്പം, അതേപോലെ 45 നൂൽപുട്ട്, 100 പത്തിരി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഓല് പറഞ്ഞു തരുന്ന അളവിനാണ് നമ്മൾ ഉണ്ടാക്കുക. എന്നാലും ഒരു ബേജാറാണ്, നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് എല്ലാവർക്കും തികയണേ, അങ്ങനെയൊക്കെ നമ്മളെ മനസ്സിലുണ്ടാവുമല്ലോ. അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടാവും കേട്ടോ. എനിക്ക് കിട്ടണ ദിക്റും സലാത്തൊക്കെ ഞാൻ ചെല്ലും ചെയ്യും. ആരെ ശല്യമില്ലല്ലോ, കുട്ടികളെ ഒച്ചയും വിളിയൊന്നുമില്ല, ഒറ്റയ്ക്ക് അങ്ങനെ ഉണ്ടാക്കല്ലേ. ബാബു ഇവിടെ കൂർക്കാൻ വലിച്ചുറങ്ങണമുണ്ടായിന് കേട്ടോ. പിന്നെ ഈ നേരമൊക്കെ ആയപ്പോഴത്തേന് എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇത് പാക്ക് ചെയ്യാനൊക്കെ എനിക്ക് ഒപ്പം ഉണ്ട്. ഓർക്കൊന്നും ഞാൻ നിൽക്കണ മാതിരി നിൽക്കാൻ കഴിയില്ല. എനിക്ക് പിന്നെ അങ്ങനെ ഉറക്കൊന്നും വരില്ല കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാൻ പറ്റുമോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിന് ഒരു ക്ലീനിങ്. ആ ഒരു ക്ലീനിങ് ആണ് കേട്ടോ നമുക്ക് സഹിക്കാൻ വയ്യാത്തത്. ഒരുപാട് പാത്രങ്ങളുണ്ടായിന് കഴുകാൻ. പിന്നെ ആ നേരത്തൊന്നും കുട്ടികളെയും വിളിക്കാൻ പറ്റൂലല്ലോ, ഓരും കടന്നുറങ്ങുകയാണ്. അപ്പം ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് വേണം ഇനിയിപ്പോൾ അതൊക്കെ കഴുകണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ കറി ഞാൻ ഒരു കലത്തേക്കാക്കി. അങ്ങനെ നൂൽപുട്ടും അപ്പം അതൊക്കെ ഈ ഒരു ബോക്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ബാബുവിൻ്റെ കടയിൽ ഐസ് കൊണ്ടുവരുന്ന ബോക്സാണ്. അപ്പോൾ അതൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. പത്തിരി വെച്ചു, നൂൽപുട്ട് വെച്ചു. ഇനിയിപ്പോൾ പാലപ്പാണ് വെക്കാനുള്ളത്. പാലപ്പല്ല നൂൽപുട്ട് നോക്കിയപ്പോൾ ഒരു 2-3 എണ്ണത്തിൻ്റെ കുറവുണ്ടായിന്. പിന്നെ അയച്ചങ്ങന്ന് മാവ് ഉണ്ടാക്കിയാണ്ട് പിന്നെ വീണ്ടും നൂൽപുട്ടൊക്കെ അതിൻ്റെ അടിയിൽ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിന് കേട്ടോ. പാലപ്പൊക്കെ കറക്റ്റ് ചെയ്യണി, ഒരു 4-5 എണ്ണമൊക്കെ ബാക്കി ഉണ്ടായിന്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പോഴൊന്നും കുഴക്കും ക്ഷീണമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞതാണ് കൊണ്ടുപോയാൽ പിന്നെ എനിക്ക് കാല് കടഞ്ഞിട്ടും വയ്ക്കൂല. അപ്പം എനിക്കില്ലാത്ത അസുഖങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ നമുക്ക് അതിലുണ്ടായിട്ടില്ല കേട്ടോ. ഒക്കെ എണ്ണയൊക്കെ വെച്ചപ്പം ഒരു 2-3 പാലപ്പേ ബാക്കി ഉണ്ടായിട്ടുള്ളൂ ഇനിയും. അപ്പോൾ ബാബു പറഞ്ഞ് എന്നാൽ പൊറോട്ട കൊണ്ടുവരാം നമുക്ക് പറഞ്ഞ്. ഞാൻ ഫുഡ് പുറത്തേക്ക് ഉണ്ടാക്കി കൊടുക്കാം, നമുക്കുള്ള ഫുഡ് പുറത്തുനിന്ന് കൊണ്ടുവരാം കേട്ടോ. ഇതൊക്കെയാണ് അവസ്ഥ. സത്യം പറയാലോ, കുറേ സമയം ഞാൻ നിൽക്കൽ തുടങ്ങിയിട്ട്. അത് പിന്നെ ഒന്ന് ഇരിക്കാൻ എനിക്ക് ടൈം കിട്ടിയിട്ടില്ല. ഇരിക്കാത്തതുകൊണ്ട് അവൻ്റെ കാല് ഭയങ്കര കടച്ചിൽ, പറഞ്ഞാൽ ഭയങ്കര കടച്ചിൽ. അപ്പോൾ അതുകൊണ്ടാട്ടോ. പിന്നെ ഫുഡ് ഉണ്ടാക്കാനൊന്നും ഇതുമില്ല. ഒരുപാട് പാത്രങ്ങളുണ്ട് എനിക്ക് കഴുകാൻ. പിന്നെ അത് കഴുകാൻ നിന്ന്. ബീഫ് പിന്നെ ലാസ്റ്റ് ആട്ടോ പാത്രത്തിലാക്കിയത്. അപ്പോൾ ചൂടാറണ്ട വിചാരിച്ചിട്ട് അങ്ങനെ ഒക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ അൽഹംദുലില്ലാ ഈ ഓർഡറും നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുക്കാൻ പറ്റി. ഒരുപാട് സന്തോഷം. പിന്നെ അതേപോലെ ഇന്നലെ പിന്നെ ഫുള്ള് റെസ്റ്റ് ചെയ്യാനിട്ടോ എനിക്ക്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പാത്രങ്ങളുണ്ട് ഇനി കഴുകാൻ. പിന്നെ ആ പാത്രങ്ങളൊക്കെ കഴുകാൻ നിന്ന്. പാത്രം കഴുകാനാണ് ഒരുപാടുണ്ടാവുക. നമ്മൾ പത്തിരിക്ക് പൊടി കുഴച്ചതും അതേപോലെ നൂൽപുട്ടിന് പൊടി കുഴച്ചതും. കുട്ടികളിൻ്റെ ഒപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോന്നോരോന്ന് ഒരു കഴുകിയൊക്കെ വെക്കും. പക്ഷേ ഓരോക്കെ കടന്നുറങ്ങല്ലേ. അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഒക്കെ ചെയ്യേണ്ടി വന്നു. പിന്നെ ബാബു ഉണ്ടേനും, ഞങ്ങൾ രണ്ടാളും കൂടിയാണ്ട് അങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ച്. പിന്നെ അങ്ങനെ കേട്ടോ അത് കൊണ്ടുപോകാൻ സമയമായി. അപ്പോൾ നമ്മളെ ഓട്ടോ കാക്ക വന്നിട്ടുണ്ടേനും. അടുത്ത വീട്ടിലത്തെ കാക്കയാണ് കേട്ടോ. കാക്ക തന്നെയാണ് നമ്മൾ ഫുഡൊക്കെ കൊണ്ടുപോകൽ. എപ്പോൾ വിളിച്ചാലും വരും കേട്ടോ. ഇനിയിപ്പോൾ രാത്രിയാണെങ്കിലും അതേപോലെ സുബൈക്കാണെങ്കിലും എപ്പോൾ വിളിച്ചാലും വരും. അതൊരു സമാധാനമാണ്. മറ്റേ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി എന്നല്ലാതെ അത് കൊണ്ടുപോകാൻ കൊടുത്തയക്കാൻ ഒരാളില്ലെങ്കിൽ അതും ഗതികേടല്ലേ. അപ്പം അങ്ങനെ എന്തായാലും കാക്ക വന്ന് ഫുഡൊക്കെ എടുത്തു കൊടുത്തു. അങ്ങനെ കാക്ക ഫുഡൊക്കെ കൊണ്ടുപോയിട്ടോ. പിന്നെ പാത്രം കഴുകി കിച്ചണൊന്ന് ക്ലീൻ ആക്കാൻ ഒരു 1 മണിക്കൂറോളം എടുത്തിട്ടുണ്ടായിന്. രണ്ടാളും കൂടിയാണ്ടാണ് ചെയ്തത്. എന്നാലും
അപ്പോൾ തന്നെ നേരം വെളുത്ത് പിന്നെ റിച്ചുവിനെ മദ്രസക്ക് പറഞ്ഞയക്കാനായി, ഐഫക്കുട്ടിനെ മദ്രസക്ക് പറഞ്ഞയക്കാനായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കിടന്നുറങ്ങി. പിന്നെ ഇപ്പച്ചി മക്കളും പൊറാട്ടയൊക്കെ കൊണ്ടുവന്ന് ചായയും കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെയുള്ളൂ. ഇൻഷാല്ലാ നാളെ കാണാം. താങ്ക് യു.